സുഹൃത്തുക്കളെ ഒരു അടിച്ചുപൊളി വീഡിയോ ആണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് വലിയൊരു വീടിന്റെ ചെറിയൊരു പോർച്ചിലാട്ടോ. പറ്റിയ വീഡിയോ, ഒരിക്കലും നഷ്ടം വരില്ല. ഉപകാരം എന്ന് പറഞ്ഞാൽ പക്ക ഉപകാരമാണ്. വീടിന്റെ ഉള്ളിലേക്ക് പോകുന്നതിന് മുമ്പ്, അതായത് വർക്ക് കാണിക്കുന്നതിന് മുമ്പ് ഈ വീടിന്റെ ഫ്രണ്ട് സെറ്റപ്പ് ഒന്ന് കണ്ടോളി. വീടിന്റെ തെക്ക് വശത്തായിട്ട് ഒരു കിണറുണ്ട്. ക്ലൈന്റ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ആ കിണർ അസൗകര്യപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് ആഫ്ലേ വിടാനുള്ളതാണ്. ഇപ്പോഴത്തെ ആയിട്ടില്ല, അത് പണി കഴിഞ്ഞിട്ട്. പിന്നെ കാര്യമായിട്ട് ഇവിടെ ഡിസൈൻ ഒന്നും കാണാൻ പറ്റില്ല. അതിന്റെ മെയിൻ കാര്യം എന്താ വെച്ചാൽ വർക്ക് നടക്കുന്ന സൈറ്റ് അല്ലേ, കുറച്ച് എംസാൻ്റെ മെറ്റൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ക്ലൈന്റ് ഒരു കണ്ടീഷൻ ഒന്നുണ്ട്. അതായത് വർക്ക് കഴിഞ്ഞിട്ടാണെങ്കിൽ മിറ്റുണ്ടല്ലോ, പൗതി താന്തൂർ സ്റ്റോണും പൗതി ഇന്റർലോക്കും, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഗ്രാസും വേറെ ലെവലാക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ വർക്ക് എന്ന് പറഞ്ഞാൽ വീടിന്റെ സീറ്റ് ഔട്ടാണ് ഈ കാണുന്നത്. ഇതൊരു പഴയ മോഡൽ അപ്സ്റ്റെയർ വീടാട്ടോ. ആ മെയിൻ ഡോറൊക്കെ കൊഞ്ചം മാറിടാ. ആ മെയിൻ ഡോറിന്റെ കൂടെ തന്നെ 2 ഗ്ലാസ് അങ്ങോട്ട് കാണാൻ പറ്റും, 2 ഗ്ലാസ് ഇങ്ങോട്ട് കാണാൻ പറ്റും, മുകളിലും ഗ്ലാസ് ഉണ്ട്. ഇനി ക്ലൈന്റ് പറയുകയാണ് ഇത് നമുക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വീടൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് എപ്പോഴും മാറ്റാൻ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളെ ഫസ്റ്റത്തെ വർക്ക് എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ഈ സിറ്റ് ഔട്ടിൽ നിന്ന് ലിവിംഗ് റൂമിലേക്ക് പോണ വാതിലാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ വാതിൽ എടുത്തിട്ട് കേട് വരുത്താതെ എടുത്ത് പടവ് ചെയ്ത് അപ്പുറം തേക്കണം ഇപ്പം തന്നെ. അപ്പോൾ അത് ബെഡ്റൂമാക്കി മാറ്റാൻ വേണ്ടി പോവുകയാണല്ലോ. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ വീടിന്റെ സെറ്റപ്പ് എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ റിനോവേഷന്റെ ഒരു മാസ്മരിക ലെവലാട്ടോ. ഫുള്ള് കാണാൻ പറ്റും കണ്ടോ. വയറിങ് പുതിയതാക്കി, DB പുതിയതാക്കി, ബാത്റൂം അറ്റാച്ച് ബാത്റൂം കോമൺ ആക്കി, പിന്നെ ഫ്ലോറിലെ ടൈല് മാർബിളൊക്കെ നിരക്കിച്ചിട്ടുണ്ട്. അപ്പൊ അയിമേല് ഗമ്മ് വലിച്ച് 6x4 ഷീറ്റൊക്കെ വിരിക്കാനുള്ള പ്ലാനിങ് ആണല്ലോ. പിന്നെ ടോപ്പിൽ ജിപ്സം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വലിയൊരു ചുമര് കട്ട് ചെയ്ത് കണ്ട് നല്ലൊരു പാസേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരാനുള്ള കാര്യം എന്താ വെച്ചാൽ നമുക്ക് രണ്ടാമത്തെ വർക്കും പാടെ അവിടെ തീർക്കാണ്ട്. ഇങ്ങോട്ട് വാ. ഇവിടെയൊക്കെ ഇപ്പൊ ചെയ്ത വർക്ക് കേട്ടോ, ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പുതിയ ജനവാതിൽ വെച്ച് ഈ തേപ്പൊക്കെ കാണാൻ പറ്റും. വൈറ്റ് വാഷ് അടിച്ചില്ല. രണ്ടാമത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ മഴ തുടങ്ങിയിട്ടുണ്ട്. മഴ നമ്മളെ പണിക്ക് ബാധിക്കൂല. ഇതിപ്പോ പഴയ അടുക്കളയാണ്, ചിമ്മിണിക്കൂടി ഇവിടെ കാണാൻ പറ്റും കണ്ടോ. ഇതൊക്കെ മോഡൽ എപ്പോഴും മാറ്റാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഓലെ പ്ലാനിങ് പ്രകാരമുള്ള മോഡലൊക്കെ ഇവിടെ മാറിയിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ പുതിയ തേപ്പാണ്. ഇവിടെയൊക്കെ ടൈല് വരാനുള്ളതാണ്. രണ്ടാമത്തെ വർക്ക് ഇവിടെ വാ. അടുക്കളയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ഇറക്കുകയാണെങ്കിൽ ക്ലൈൻറ്റിന് നേരെതാ ഇവിടെ ഉള്ളിലേക്ക് പാഞ്ഞ് കയറാൻ പറ്റിയ സെറ്റപ്പ്. അതായത് വെറുമ്പരേക്ക് ഈ വാതിലെടുക്കുക, ഈ ഗ്രില്ലെടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ കാണുന്ന ഈ എൽ ഷേപ്പ് ചുമരൻ തട്ടുക. അപ്പോൾ ഈ വർക്കും ആ വാതിൽ മാറ്റി അവിടെ പടുത്ത് തേക്കുന്ന സെറ്റപ്പ് ഞങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ള വിഷ്വൽസാണ് ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഈ വാതിലിന് ഏകദേശം ഒരു 10-15 കൊല്ലത്തെ പഴക്കണ്ടല്ലോ. നല്ല മരത്തിൻ്റെ 1-ാം നമ്പർ തേക്ക് സാധനം കേട്ടോ. ഒരു കംപ്ലൈൻറ്റ് ഓടി വന്നില്ല. ഇത് ഇനി മാറ്റി റീസെറ്റ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, കേട് വരുത്താതെ എടുക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വാതിലൊക്കെ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് എന്ത് ചെയ്യുന്ന ഇതേപോലത്തെ മെഷീൻ കൊണ്ട് തേപ്പൊന്ന് പൊട്ടിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് സുഖമാണ് പണിക്കുക. ഓ നല്ല കനല്ലേ, സൂപ്പർ കനാട്ടോ, സൂപ്പർ കനാണ്. ഇവിടേക്കാ ഇങ്ങോട്ടേക്ക് ചെതലുണ്ടോ കണ്ടോ. ഈ വാതിലിൻ്റെ ഉള്ളിലേക്ക് ചെതൽ വെല്ല വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കണ്ട കുത്തുണ്ട്. അതിൻ്റെ തെളിവ് വയ്ക്കുക. ഇടയ്ക്കാ ചെതൽപ്പുറ്റ് ഇതാ ചെതൽപ്പുറ്റയ്ക്കാ. ചെതൽ കയറി തുടങ്ങിയിട്ടുണ്ട്. വീട് മൊത്തം സ്ട്രക്ചറാക്കി വെച്ചിട്ടാണ് എന്ത് വെക്കേണ്ടത്, ഇതിനോട് കയറ്റിക്കേണ്ടത്. നേരെ മറിച്ച് ഈ വാതിൽ പടവിന്റെ ഇടയിൽ വെച്ചതാണെങ്കിൽ നമുക്ക് എടുക്കാൻ എത്ര സുഖം ഉണ്ടാവില്ല. കാരണം എന്താ പറയുക, കോൺക്രീറ്റിന്റെ ചാറ് നല്ല ഒട്ടിപ്പിടിക്കും. പ്രത്യേകിച്ച് ഈ വാതിൽ എന്തുണ്ട്, ഫ്രണ്ടിൽ ചെറിയ സ്റ്റെപ്പ് ഉണ്ട്, അവിടെ കുടുങ്ങി എടുക്കുമായിരുന്നു. പക്ഷെ എന്തോ വായത്തിനാ ഈ പിന്താമ 2 അടിച്ചപ്പോൾ ഇതാ ഇവിടെ മൊത്തം തേപ്പ് നടത്തുന്നതിന്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് പിന്നെ വെച്ചാന്നല്ലേ. ഈ വാതിൽ പുറത്തേക്ക് ഊരാൻ പറ്റുള്ളൂ. അതിന്റെ മെയിൻ കാര്യം എന്താ വെച്ചാല് ഈ വാതിലിന്റെ മഞ്ചാരിന്റെ മാറ്റ ചെറിയൊരു പട്ടുണ്ട്. ആ പട്ട വന്നത് കാരണമാണ് ഇവിടുത്തെ തേപ്പ് ഇത്ര കനം വന്നത്. അപ്പൊ പട്ട ലിൻഡലുമ്പോ തങ്ങിക്കാണ്, മനസ്സിലായോ. അതുകൊണ്ടാണ് ഇവിടെ തേപ്പിന് ഏകദേശം 1 ഇഞ്ച് കനം വന്നത്. അപ്പൊ ആദ്യം ഒരിക്കലും അങ്ങോട്ട് അടിച്ചെടുക്കാൻ പറ്റൂല. ഞങ്ങൾ വന്നപ്പോ ചായക്ക് ഓർഡർ കൊടുത്തിന്, ഇതുവരെ ചായ എത്തിയിട്ടില്ല. എത്തിയോ മക്കളെ? വരി, ചായ എത്തിക്കണല്ലോ. ഭക്ഷണമൊക്കെ തിന്നിട്ട് പണിയെടുത്താൽ മതി. മഴക്കാലാണ്, മേത്തൊക്കെ കുടിക്കുകയാണെങ്കിൽ ഈ മഴക്കാലത്ത് പിടിച്ചു വേണം, പിന്നെ പിടിക്കില്ല. ഉന്തിട്ട് കാര്യമില്ല. എന്താ വെച്ചാലേ ഇതിന്റെ മുമ്പത്തെ പട്ടടക്കം 7 ഇഞ്ച് വീതിണ്ട്. ആ 7 ഇഞ്ച് ഈ ഭാഗത്ത് റിലീസായിണ്. ഈ ലിൻഡലുണ്ടല്ലോ ചുമര്, ഈ ചുമരിന്റെ പുറത്തൊക്കെ മൊത്തം വരണമെന്നുണ്ടെങ്കിൽ ഇവിടെയും പാടെ കുറച്ച് പൊളിക്കണം. അവിടെ പൊളിച്ചു കഴിഞ്ഞാൽ ഈ വാതിൽ മൊത്തം ചുമരിന്റെ പുറത്തേക്ക് വന്നാൽ നമ്മൾ എല്ലാവരും പാടെ ഒന്ന് ക്രോസ് ആക്കി പൊക്കി ഇട്ടാൽ മതി. ബുദ്ധിപരമായിട്ട് ചിന്തിക്കപ്പ. കുറച്ച് പൊട്ടിക്കട്ടെ കൈക്കോട്ട് പിടി. മോനെ ഒന്ന് ആലോചിക്കാം. എന്താ ചെയ്തെന്ന് അറിയോ, ഉള്ളിൽ കൈക്കോട്ട് കൊണ്ട് ചുമരുമേൽ തിരികെ ഒന്നായിരിക്കും. ഓ അങ്ങനെ അല്ല അരിപ്പടി പോന്നോട്ടെ. കസല മാറ്റി
ഇവിടെ നിന്ന് എടുത്ത വാതിലിന്റെ അരിപ്പടി വെക്കാം. ഫുള്ള് ചെതല് തിന്ന് ഇതിനുള്ളിൽ മൊത്തം ചെതലായിണ്ട്. ഈ ചെതൽ ഇനി 2 ഭാഗത്ത് കയറി ഇങ്ങനെ പോവുക ചെയ്യും, വ്യാപിക്കും. അതാണ് പറഞ്ഞത്, നമ്മൾ തറപ്പണി എടുത്ത് ബെൽറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിമേല് ചെതല് വരാതൊക്കെയുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യണം എന്നുള്ളത്. ആൾക്കാർ വെറുതെ പറയണല്ല, അപ്പൊ തെളിവായിട്ട് കാണുന്നതാ. ഞാൻ എല്ലാവരും കണ്ടോളി, ആർക്കും ആപ്പില്ല, ഉപകരിക്കുന്നവർക്ക് ഉപകരിക്കും. കണ്ടോ, ഇത് ഇനി നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇത് പുറത്തേക്ക് ഇരട്ടെ, നിങ്ങളെ മുമ്പ് കറക്റ്റ് ഇങ്ങനെ ആ പാർപ്പിടിക്കാം. കറക്റ്റ് കയറാം. ഇനി നമുക്ക് പടവ് ആദ്യം നല്ല ചൂലെടുത്തുകൊണ്ട് ഒന്ന് അടിച്ചു വരിക. സിമെന്റിന്റെ പൊടി തണ്ണിയൊക്കെ വരട്ടെ. എന്താ അടിച്ചു വാരല് കഴിഞ്ഞ് നേരെ എന്ത് ചെയ്യാ, തണ്ണി ഉത്തിയതിന് ശേഷം സിമെന്റിന്റെ പൊടി സൂപ്പർ കേട്ടോ. ഈ ഒരൊറ്റ പിടുത്തം മതി. ഈ വാതിൽപ്പടിന്റെ പിടുത്തമുണ്ടല്ലോ, അരിപ്പടിന്റെ അതിമ തന്നെ സാധനം നിൽക്കും. ഇനി സിമെന്റ് വരട്ടെ ഫട്ടാഫട്ട് പണിയാ. ഇനി എന്താണെന്ന് അറിയോ, ഒന്നും വേണേ 3 കല്ലാട്ടോ, 3 കല്ല് മതി. സുറ പണിയാട്ടോ. എന്താണ് ലഞ്ച് ഇവിടെ കിട്ടുമോ? നിങ്ങൾ ഉണ്ടാക്കിക്കോളി, നീട്ടി കലക്കി ഉണ്ടാക്കിയാൽ മതി, ജീവൻ നിലനിർത്താനല്ലേ. ഇവിടെ നമ്മള് മുട്ടിക്കിടുന്ന സെറ്റപ്പ് എങ്ങനെ വെച്ചാല് ഇവിടെ തേപ്പ് ഓൾറെഡി ഉണ്ട്. അപ്പം ഇവിടെ തൂക്കം നോക്കണം. തൂക്കം നോക്കിയിട്ട് തേപ്പിന്റെ കനം കൊടുത്തിട്ട് എന്ത് ചെയ്യാ, ഈ കല്ല് തൂക്കാക്കുക. ഇരുന്ന് ഉണ്ടായാൽ മതി. ഇവിടെ വടി വെച്ച് നോക്കുക, അങ്ങനെ ഉണ്ടായാൽ മതി. ഇവിടുത്തെ കുഴപ്പം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ആ വാതിലിന് സ്റ്റെപ്പ് ഉണ്ടായത് കാരണം പുറത്തുള്ള തേപ്പന്നെ 1 ഇഞ്ച് ഉണ്ട്. നമ്മൾ ആദ്യം കാണിച്ചെന്നല്ലോ, അത് കാരണം നല്ലൊരു സംഖ്യൻ്റെ കനം പിടിപ്പിക്കേണ്ടി വരും. പക്ഷേ നമ്മളടുത്ത് എന്തുണ്ട്, സിമെൻറ്റിൻ്റെ സ്ട്രാങ്ക്, അത് അടിച്ചുകാണ്ട് ഞങ്ങളത് പിടിപ്പിക്കും. അപ്പോൾ ഈ കല്ലും തൂക്കാക്കി ഇവിടെ തേപ്പുവാനുണ്ട്. ഇവിടെ ഈ മരയ്ക്ക് കോഴി വെച്ച് ഇങ്ങനെ കൊണ്ടുപോവുക, ഇവിടെ ഇതിലും തൂക്കി കൊണ്ടുപോവുക. അങ്ങനെ കൊണ്ടുപോയി ഇവിടെ എത്തുമ്പോൾ ലഞ്ച് വരും. ഇവിടെ ഒരു വരിക്ക് 3 കല്ല് വരുന്നുണ്ട്, പോരാത്തിന് നല്ല ഗ്യാപ്പും വരുന്നുണ്ട്. അപ്പം സിമെന്റിന്റെ ഇടയിൽ കൂടെ തന്നെ ഇതേപോലത്തെ തേപ്പിന്റെ പൊട്ടൊക്കെ നല്ല കുത്തി നിറച്ച് വെച്ചിട്ട് സെറ്റ് ചെയ്യണം. അപ്പോഴേ ദമ്മുള്ളൂ. ഓക്കെ. ചില്ലറപ്പണിക്ക് ഇതേപോലെ കുറച്ചീച്ച ചാക്ക് സാധനം കൊണ്ടുവന്നാൽ മതി. അപ്പൊ നമ്മള് തേക്കാൻ വേണ്ടിയിട്ട് 6 ചാക്കാണ് തേപ്പിന്റെ പൊടി കൊണ്ടിരുന്നത്. നിങ്ങളെ ഊരെങ്കിൽ താനേ നമ്മളെ സൈറ്റില് 3 വരി പടുത്തപ്പോത്തിന് കറണ്ട് പോയി. ഞങ്ങളെ പ്ലാനിങ് എന്താ വെച്ചാൽ ഇത് പുതിയ ഇടമുറുക്കല്ലേ, അപ്പൊ നമ്മളെ LT വണ്ടി കുറച്ചങ്ങോട്ട് 5 ഇഞ്ച് കൂട്ടി പൊളിച്ചിട്ട് ഒരു കല്ലങ്ങോട്ട് കേറ്റിടാനുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷെ കറണ്ട് എപ്പം വരുന്നു പറയാൻ പറ്റില്ല, കുറച്ച് പണി തീർക്കാനുള്ളതല്ലേ. ആ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്തു, 3-ാം വരിക്ക് തന്നെ 2 ഐറ്റമിന്റെ കമ്പി ഇവിടെ അടിച്ചു, 2 ഐറ്റമിന്റെ കമ്പി ഇവിടെയും അടിക്കണ്ട്. പകുതി പടവായപ്പോ സൈറ്റിൽ കറണ്ട് വന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെയും പൊളിച്ചു. ഇനി കല്ലുള്ളിക്കാട് കയറ്റി വെക്കണേ കാണിച്ചാൽ ഒരു 4 ഇഞ്ച് കയറിയാൽ മതി. നല്ല സാപ്പാടും ചോറൊക്കെ തരുമ്പോൾ നന്ദി നമ്മൾ കാണിക്കണം. എന്താ ഇത് ഇങ്ങോട്ടാണ്ട് കയറി സെറ്റ് ഉള്ളിക്ക് സെറ്റാണ്. അതേപോലെ ഇതങ്ങട്ടോ ഇതിങ്ങോട്ട് ഉള്ളിൽ മോനെ പകുതി കയറിപ്പോയി. 4 പേരില് കൂടി ചേർന്നാൽ 4 ഇഞ്ചാ. ഇനി ഇവിടെ എത്ര ഉണ്ട്, 18 ഇഞ്ച്. അതിലേക്ക് സാധനം തെറ്റ മുറിക്കുമുറി ഒഴിവാക്കും. മേസ്തിരി എന്ന് പറഞ്ഞ അളവും കാര്യം മനസ്സിലാക്കാൻ പഠിക്കണം ആദ്യം. സെറ്റ്. നെക്സ്റ്റ് ഒന്നും കേട്ടോ, ഒരു 3/4 മച്ചന്മാരെ, നമ്മളെ ലാസ്റ്റ് വരി കേട്ടോ, ലാസ്റ്റ് വരി. ഒന്നും ഏറെ കല്ലിന്റെ മറി നോക്കിയാ നല്ല ഭാഗം പുറത്തേക്ക്. 2 സ്പീഡാ കേട്ടോ. നല്ല ഉള്ള കണ്ട് സൂപ്പറാക്കി നിറച്ചാളെ. ഉള്ളൊക്കെ നല്ല സൂപ്പറാ. ചട്ടി ഇളക്കി 6 സിമെന്റ് ആണ്. 6 സിമെന്റ് ഫുള്ള് അടച്ച് തൂഫാനാക്കാണ്. ഞാൻ വെള്ളം കുടഞ്ഞു കണ്ടേ ഇവിടെ ഗ്രൗട്ട് തേച്ചിട്ട് എന്ത് ചെയ്താൽ മതി, മുകളിൽ ഫില്ലാക്കിയാൽ മതി കേട്ടോ. ഗ്രൗട്ട് ഉണ്ടാക്കിയിട്ട് അതിക്ക് നമ്മൾ കൂട്ടിയ കുറച്ച് കുമ്മായ ഇട്ടുകാണ്ട് നല്ല അങ്ങോട്ട് സെറ്റ് ചെയ്യാം. എന്നിട്ട് അത് എടുത്തുകാണ്ട് ഈ മുകളിലാണ് വാരിത്തേമ്പത്. ഏതാ അടിക്ക ചട്ട അങ്ങനെ അടിക്കാൻ അങ്ങനെ ഉള്ളിൽ കൊണയ്ക്കാം. ഏതാ അടി. ഇത് കാണുമ്പോ തേപ്പാര് പറയും അമ്മാതിരി ഒരു പടൂനെ ഞാൻ കണ്ടില്ലാന്ന്. പൊന്നാര മക്കളെ, എന്ത് പണിക്കും ഐഡിയ ആണ് വേണ്ടിയത്. ഈ കൈമില് ഗ്ലൗസ് ഉണ്ട്, നമുക്ക് പണി എളുപ്പമായ പോലെ. പടവ് കഴിഞ്ഞു, ഇപ്പം തന്നെ തേക്കാൻ വേണ്ടി പോകണേ. ഏകദേശം 5 മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. പല ആൾക്കാരും പറയും ഇപ്പം തന്നെ തേച്ചിക്കുകയാണെങ്കിൽ ഇതിന് ഉറപ്പുണ്ടാവില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ.
അതൊക്കെ വെറുതെ പറയാണ്. പിന്നെ പഴയ കല്ലാണ്, ഇതുമേലൊക്കെ പൂപ്പലുണ്ടെങ്കിൽ അതൊക്കെ ഒരതി വൃത്തിയാക്കിയിട്ടുണ്ട്. പോരാത്തതിന് നല്ല കനം ഇതുമേൽ കയറ്റാണ്ട്. അപ്പം നമ്മൾ സിമെൻറ്റിൻ്റെ ഗ്രൗട്ട് വെള്ളമല്ല ഒഴിക്കേണ്ടത്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? സ്ട്രോങ് ഇതാണ് സ്ട്രോങ് എന്ന് പറഞ്ഞാൽ പായസം വരുന്നുണ്ട്. ഞാൻ ഒഴിക്കുമ്പോൾ തന്നെ കാണാം അതിൻ്റെ പവർ കണ്ടോ, ഒഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ പവർ കാണാൻ പറ്റുന്നുണ്ടോ? ഏതാ സാധനം ഇതങ്ങോട്ട് ഒഴിച്ച് അടിച്ചിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് എത്ര കനം നമുക്ക് കയറ്റാം. അയ്യാ ആദ്യം ഒരു പാറ്റിയടി പിന്നെ തോണ്ടി വെക്കൽ, ആദ്യം പാറ്റിയടി തോണ്ടി വെക്കൽ. പിന്നെ തേപ്പും പണിയിൽ ഒരു മേസൻ എന്ന് പറഞ്ഞാൽ ചട്ടിക്ക് നോക്കാൻ പാടില്ല. ചട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ നിൽക്കണം. അവസാനം കരച്ചിൽ കൂടുമ്പോൾ മേസൻ അറിയാൻ പറ്റും എന്ത് സാധനം തീർന്നിക്കണമെന്നല്ലേ. ആ ലെവലിൽ അങ്ങനെ പണിയെടുക്കേണ്ടത്. ഒരൊറ്റ നോട്ടം സ്റ്റാർട്ടിങ്ങിൽ കേട്ടോ. എന്തൊക്കെയാ പാറ്റടിയാ എന്തൊക്കെയാ ചട്ടി കുലിക്കുക. ഇതുമേലിപ്പോൾ ഫുള്ളായിട്ട് കുമ്മായ അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കോലിടുന്ന സമയത്ത് കമ്മട്ടത്തിൽ കോലിട്ട് കഴിഞ്ഞാൽ ചിലപ്പം ആ ഭാഗം ഉള്ളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? തൂക്കൊണ്ട് പിടിക്കുക, അവിടുന്ന് തൂക്കൊണ്ട് പിടിക്കുക. ഐഡിയ എല്ലാം നമ്മൾ കാണിച്ചു തരാം. നിങ്ങൾ നമ്മളെ കൂടെ എന്നാൽ മതി. വാ ഇറങ്ങട്ടെ ഉണ്ടാവും. തൂക്കുണ്ട കറക്റ്റ് ആക്കിയിട്ട് ഇവിടെ മാല് വെക്കുക. ഓക്കെ വിട്ടോ, പോതും. ഇതാണ് മാല്. ഈ മാൽമക്ക് എന്ത് ചെയ്യാ, നമ്മൾ ഇങ്ങനെ ഉണ്ട്. ഉണ്ടോ? ഇപ്പം എന്താ കളിക്കുക? ഇതാണ് മാല്. ഉണ്ടോക്കെ നേരെ മാലായി. ഇനി നേരെ ക്രോസ് ആണ്ട് വലിക്കുക. ഇനി ക്രോസ് ആണ്ട് വലിച്ചാൽ നമ്മളെ പരിപാടി ഫിനിഷിങ്. പിന്നാണ്ട് പലട്ടാ മതി. എന്താ വടി ഏതാ വടിയിലൊക്കെയാ ഹിന്ദിക്കാരുടെ ഇങ്ങനത്തെ വടിയിടല് എന്തൊക്കെയാ കണ്ണും പീകാണ്ട കിടന്നോടൊക്കെ ഒരു നൂലിക്ക് എത്തിപ്പോകില്ല. ഇപ്പം നമ്മളെ മാലിനനുസരിച്ചു ഈ ചെമ്മര് കൂട്ടിച്ചേർത്ത് കോലിട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ കാണുന്ന ചെറിയ ഭാഗങ്ങളുണ്ടല്ലോ അതിലൊന്ന് പാറ്റി ഒന്നും പാടെ കോലിടുക. അപ്പോൾ ഇതിന്ന് പഠിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ തേക്കുന്ന സമയത്ത് കുറച്ച് കനം കൂട്ടി കുമ്മായം അടിച്ച് അതിനെ കോലിലൂടെ ഒതുക്കി തീർത്ത് ഒരസിപ്പല കെട്ടി മിനുക്കി എടുക്കുന്നവനക്കാണ് പ്ലാസ്റ്ററിംഗ് വാല ആത്മീയ എന്ന് പറയുന്നത്. അപ്പൊ ചങ്ങായിമാരെ കുറച്ച് നേരം വയ്യാലും നമ്മളെ രാവിലെ ഏൽപ്പിച്ച പരിപാടി ഫുള്ള് തീർത്തുണ്ട്. പടുത്തു 2 പുറം തേച്ച് ഫുൾ സെറ്റ് ആട്ടോ. മൂലൊക്കെ പക്ക കൂട്ടിയിട്ടുണ്ട്. ഇനി അപ്പുറത്തെ കാര്യം കാണിച്ചു തരാം. ഫുള്ള് സെറ്റപ്പാ, പക്ക ഹാപ്പി. പണി കണ്ടോളി. നേരം പൊളിച്ചപ്പോഴും ചായ, വൈകുന്നേരം ചായ. അങ്ങോട്ടൊക്കെയാ ഗിൽസ് എടുത്തു, റാക്ക് പൊളിച്ച്, ചുമര് പൊളിച്ച്, പോരാത്തതിൻ്റെയൊക്കെ സീലിംഗ് അടിച്ച് തേച്ച് കൊടുത്ത് ഒരുപാട് ചില്ലറപ്പണി വേറെ ഉണ്ടായിരുന്നു. അപ്പൊ പണി ഫുള്ള് കഴിഞ്ഞ് നെക്സ്റ്റ് ആയിട്ടില്ലേ.